പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. അത്യുന്നതനായ ദൈവത്തിൻ്റെ പാതാരബിന്ദത്തിൽ അടുത്തു വരുവാൻ ആയുസ്സും ആരോഗ്യവും ബലവും തന്ന് നമ്മളെ വീണ്ടും ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വേദവചന ചിന്തയ്ക്കായി എഫെസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ. എഫെസ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 13 and 14. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചൊരു സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദവചനമാണ്. മറ്റൊന്നും കേട്ടില്ലെങ്കിലും വാഗ്ദത്തത്തിൻ്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്നുള്ള വാക്ക് പലപ്പോഴും നാം കേട്ടിട്ടുണ്ട്. 13-14 വാക്യങ്ങൾ പറയുമ്പോൾ എഫെസ്യ ലേഖനം അതിൻ്റെ ആ സല്യൂട്ടേഷൻ കഴിഞ്ഞിട്ട് 3-ാമത്തെ വാക്യം തുടങ്ങി പറയുമ്പോൾ അവിടെ തുടങ്ങുന്നത് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന, സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹമല്ല ആത്മീക അനുഗ്രഹങ്ങളാൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന, അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മെ വീണ്ടെടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ സ്നേഹം. അതിനുശേഷം പിന്നെ പറയുന്നുണ്ട് ഉലക സ്ഥാപനത്തിന് മുൻപേ പ്രിയനായവരിൽ നമ്മളെ ദത്തെടുത്ത ദൈവത്തിൻ്റെ കൃപ, നമ്മുടെ പ്രവർത്തികൾ കാരണമല്ലാതെ വരാൻ ദൈവത്തിന്റെ ദൈവത്തിന്റെ മഹാസ്നേഹ നിമിത്തം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. ഇത് പറഞ്ഞിട്ട് താഴേക്ക് വരുമ്പോ അടുത്ത ഭാഗങ്ങളിൽ പറയുകയാണ് ഒരു മർമ്മമുണ്ട്. ആ മർമ്മം അതേ മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഈ പ്രത്യാശയായ മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തുവിനെ നമ്മളിൽ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ അടയാളമായി നമ്മുടെ വീണ്ടെടുപ്പിന്റെ അടയാളമാണ് 13-14 വാക്യം എത്തുമ്പോൾ അതിന് ആദ്യം പറഞ്ഞ വാക്കുകളുടെ ചെറിയൊരു കൺക്ലൂഷൻ പോലെ പറയുന്നത് അവിടെ എഴുതിയിരിക്കുന്ന വാക്കാണ് അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും. അപ്പോൾ 1 രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷത്തിന്റെ സത്യവചനം കേട്ടു, 2 അവനിൽ വിശ്വസിക്കുക. ഒപ്പം 1 നമ്മൾ രക്ഷയെക്കുറിച്ചുള്ള സത്യവചനം കേട്ടു, ആ കേട്ടതിന് റെസ്പോണ്ട് ചെയ്യുകയാണ്. സത്യവചനം കേട്ടപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നതാണ്, പ്രതികരിക്കുന്നതാണ് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോൾ ദൈവത്തിന്റെ റെസ്പോൺസ് വരികയാണ്. സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പ് വേണ്ടി മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട്, ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പോ യേശു കർത്താവ് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തു, ഒരു കണ്ണിനും ദയ തോന്നാതിരുന്നിടത്ത് നമ്മളെ വീണ്ടെടുത്ത് തന്റെ രാജ്യത്തിലെ പുത്രനും മഹിമയുമാക്കി വെച്ചിരിക്കുന്നു എന്നതിന്റെ ഒരു തെളിവായിട്ട് പറയുകയാണ് വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. അതൊരു അച്ചാരമായി ഒരു അഡ്വാൻസ് കൊടുക്കുന്ന പോലെ മുദ്രയിട്ട് വെച്ചിരിക്കുക. ഇതിന്റെ അർത്ഥം അച്ചാരമായി മുദ്രയിട്ടിരിക്കുന്നു പറഞ്ഞാൽ ഇതിനി വേറെ അവകാശമില്ല. ഇന്ന് എന്റെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പൈതലെ നിന്നെ പരിശുദ്ധാത്മാവ് എന്ന മുദ്രയാൽ പൊതിഞ്ഞിരിക്കുന്ന അതിന്റെ അർത്ഥം ഇനി നിനക്ക് വേറൊരു അവകാശമില്ല. നിന്റെ അവകാശ സ്വർഗത്തിലാണ്. നിന്റെ ഓണർ സ്വർഗമാണ്. നിന്റെ ഉടയവൻ സ്വർഗമാണ്. നിന്റെ ഉടയവൻ ദൈവം തമ്പുരാനാണ്. അതാണ് അർത്ഥം. നിന്റെ ഉടയവൻ എന്ന് പറയുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. ഈ ഇടുക്കിയിലെ ഈ മൂന്നാർ അപ്പുറത്തായിട്ട് കാന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. മറയൂര്, കാന്തല്ലൂർ. മറയൂരൊക്കെ ചന്ദനമരത്തിന് ഫേമസ് ആണ്. ചന്ദനമരത്തിന് ഒത്തിരി ഫേമസ് ആയിട്ടുള്ള സ്ഥലമായി മറയൂര്, കാന്തല്ലൂർ എന്നൊക്കെ പറയുന്ന സ്ഥലം. അപ്പൊ അവിടെ പോയാല് അവിടെ ഇങ്ങനെ കാണാം, ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ടാകും. വഴിയാത്ര ചെയ്യുമ്പോൾ അവിടെ കാണാം ഈ ചന്ദന മരങ്ങളുണ്ട്. ഈ ചന്ദന മരത്തേല് ചെറിയ സ്പോട്ട് ഉണ്ടാക്കി അവിടെ ഒരു ചിപ്പ് പതിപ്പിച്ചു വെച്ചിരിക്കും. അതെന്തിനാണെന്നറിയാമോ? ചന്ദനമരം മോഷ്ടിക്കപ്പെടാതിരിക്കാൻ ചിപ്പ് പതിപ്പിച്ചിരിക്കുന്നതിന്റെ അർത്ഥം ഇത് സർക്കാരിന്റെ വകയാണ്. അതിനകത്തൊരു ചിപ്പുണ്ട്, അതേ തൊട്ടാൽ തൊടുന്നവൻ വിവരം അറിയും, അപ്പൊ തന്നെ അലാറം മുഴങ്ങും, അവനെ പിടിക്കപ്പെടും. അപ്പൊ ഈ ചിപ്പ് വെച്ചിരിക്കുന്നതിന്റെ അർത്ഥം ഇത് മറ്റാരുടെയോ വകയാ, അത് തൊടാൻ പാടില്ല. ക്യാമറയുണ്ട്. ചില സ്ഥലങ്ങളൊക്കെ CC ക്യാമറ കാണത്തില്ലേ, അതിലൊക്കെ ഒരു ചിപ്പുണ്ട്. ചില സാധനങ്ങൾ എടുക്കുമ്പോൾ ബാർകോഡ് കാണാം. ബാർകോഡ് വെച്ച് സാധനം മോഷ്ടിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. ഇറങ്ങി വരുമ്പോൾ ബെല്ലടിക്കും. കാരണം ഈ ബാർകോഡ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്.
ഈ ചിപ്പ് വെച്ചിരിക്കുന്നതിന് അർത്ഥം ഇതിനൊരു അവകാശിയുണ്ട്. ഈ പണ്ടൊക്കെ പോസ്റ്റ് ഇടുന്ന സമയത്ത് അതല്ലെങ്കിൽ സർക്കാരിന്റെ മുദ്ര ഇട്ടിരുന്നു. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സർക്കാരിന് ഇത് സർക്കാരിന്റെ വകയാ, ഇത് തൊടാൻ പാടില്ല, ഇത് വേറൊരാൾക്ക് തൊടാൻ പാടില്ല, ഇതിന് അവകാശിയുണ്ട്. ഇത് അർത്ഥമാണ് ഇവിടെ പറയുന്നത്. അച്ചാരമായ വാക്തത്വത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. നിനക്കൊരു അവകാശിയുണ്ട്. നിന്നെ ഇട്ട് തട്ടിക്കളിക്കാനുള്ളതല്ല. ഇവിടെ വേദനയും സങ്കടവും ഒക്കെ ഉണ്ടെങ്കിലും, ഇവിടെ കൊടുങ്കാറ്റ് പോലെ പ്രതിസന്ധി ഉണ്ടെങ്കിലും, ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ രാത്രിയിലോ പ്രഭാതത്തിലോ കുഞ്ഞെ നീ മനസ്സിലാക്കണം, നിനക്കൊരു ഉടയവനുണ്ട്. നിനക്കൊരു ഉടയവനുണ്ട്. നിന്നെ സൃഷ്ടിച്ച ദൈവം ഉലക സ്ഥാപനത്തിന് മുൻപേ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഈ തെരഞ്ഞെടുത്ത ദൈവം ദൈവ സ്നേഹത്തിന്റെ ദൈവത്തിന്റെ ഹൃദയത്തിലിരുന്ന രഹസ്യം, ആ മർമ്മം വെളിപ്പെടുത്തി തന്നു. നീ വീണ്ടെടുക്കപ്പെട്ടവനാ. ഈ സത്യ സുവിശേഷം കേൾക്കുകയും കേട്ടതിൽ നീ വിശ്വസിക്കുകയും വിശ്വസിച്ച നീ വീണ്ടെടുക്കപ്പെട്ടവനാ. ആ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടിട്ട് അതിന് വീണ്ടെടുക്കപ്പെട്ടു എന്നുള്ളതിന്റെ അടയാളമായിട്ട് വാക്തത്വത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്നെ മുദ്രയിട്ടിരിക്കുക. അച്ചാരമായിട്ട് ഒരു അഡ്വാൻസ് ആയിട്ട് നിന്നെ മുദ്രയിട്ടിരിക്കുക. ഇനി നീ താങ്കൾക്കുള്ളവരല്ല, ക്രിസ്തുവിന്റെ വകയാ. നീ ദൈവത്തിന്റെ വകയാണെന്ന്. ഇവിടുത്തെ വേദനയും ഇവിടുത്തെ പ്രതിസന്ധിയും ഇവിടുത്തെ കഷ്ടതയൊക്കെ ഉണ്ടാകുമ്പോൾ നീ ഒരു വസ്തുത മനസ്സിലാക്കണം, നീ ദൈവത്തിന്റെ വകയാ, നീ സ്വർഗത്തിന്റെ വകയാ. നിനക്കൊരു ഓണറുണ്ട്. നിനക്ക് പിൻപിൽ നീ ഒറ്റയ്ക്കല്ല, നിനക്ക് പിൻപിൽ ഒരു ഓണറുണ്ട്. നിന്നെ അഴിച്ചു വിട്ടിരിക്കുന്നതല്ല. നിനക്കെട്ട് തട്ടിക്കളിക്കാൻ, പിശാചിന് തട്ടിക്കളിക്കാനുള്ള വകയല്ല നീ ലോകത്തിനിട്ട് തട്ടിക്കളിക്കാനുള്ള വകയല്ല. ഇവിടെ നീ വേദനിക്കുന്നുണ്ടോ? നീ ഒരു പർപ്പസിന് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക, പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക, ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. പൊന്ന് ആ ഉരുപ്പടി വന്ന 3000 ഡിഗ്രി സെൽഷ്യസിൽ വന്നിട്ടതിന് പൊന്നുപോലെ ഒരു നല്ല പൊന്നു ആ കീടം മാറിയ പൊന്നായി മാറുന്നത് പോലെ നിന്റെ പർപ്പസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നിനക്കൊരു ഉടയവനുണ്ട്. ഈ ഉടയവൻ അറിയാം ചൂട് കൂടുന്നത് എപ്പോഴാണെന്ന്. ഈ ഉടയവൻ അറിയാം ഇതിന്റെ ചൂട് എപ്പോഴാ കൂടുന്നതെന്ന്. അതെ, ഒരു സ്വർണ്ണ ഉരുപ്പടി പണ്ടൊക്കെ തട്ടാന്ന് പറയുന്ന ആളുണ്ട്. ഈ സ്വർണ്ണ ഉരുപ്പടി കൊണ്ട് ഉമിത്തിക്കകത്തിട്ടിട്ട് കുഴൽ കൊണ്ടുപോകും. ഒരിക്കലും സ്വർണ്ണ ഉരുപ്പടി ഇട്ടിട്ട് ആ തട്ടാൻ, അല്ലെങ്കിൽ ഈ സ്വർണത്തിന്റെ ഓണർ ഉണ്ടല്ലോ, അയാൾ ചായ കുടിക്കാൻ പോകത്തില്ല. അയാൾ ഇതിവിടെ കിടന്നു ശരിയാകട്ടെ ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അമ്മച്ചിമാര് കഞ്ഞി വെച്ചിട്ട് പോകുന്ന പോലെ പോവില്ല. കാര്യം എന്താണെന്നറിയാമോ? ഈ സ്വർണത്തിന്റെ വില അറിയാം. ഈ സ്വർണത്തിനൊരു ഉടയവനുണ്ട്. സ്വർണത്തിന് ഈ ലോകത്തിലെ വിലയുള്ള സ്വർണത്തിന് ആ സ്വർണത്തിന്റെ ഓണർ അത്രയും വില കൽപ്പിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പൈതലെ സ്വന്തം രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി വീണ്ടെടുക്കപ്പെട്ട നിനക്ക് എന്തുമാത്രം വില കൽപ്പിക്കുന്നുണ്ട്. നിനക്ക് ചൂട് കൂടുമ്പോൾ അവൻ അറിയാം. നിന്നെ ഉരുപ്പടിയാക്കി, നിന്നെ പ്രയോജനമുള്ള ദാസനാക്കി, പ്രയോജനമുള്ള നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് അറിയാൻ തക്കവണ്ണം നിന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാ. ദൈവത്തിന് അറിയാം നിന്റെ പാകം ഏതാണ്, ദൈവത്തിന് അറിയാം നിന്റെ പക്വത ഏതാണെന്ന്. ദാവീദിനെ പണിത ദൈവം, പൗലോസിനെ പണിതെടുത്ത ദൈവം, ഫിലിപ്പോസിനെ പണിതെടുത്ത ദൈവം, കുഞ്ഞൻ നിന്നെ പണിയുക. ശിഷ്യന്മാരെ പണിതെടുത്ത ദൈവം, പത്മോസ് ദ്വീപിന്റെ ഏകാന്തതയിൽ ദൈവം പാവയെ കൊണ്ടിടുമ്പോൾ ഒറ്റപ്പെട്ടു പോയല്ലോ, ഒറ്റയ്ക്കാണല്ലോ. അല്ല, അവിടെ വെളിപ്പാട് പുസ്തകത്തിന്റെ വെളിപ്പാട് ദർശിക്കാൻ സ്വർഗം തുറന്ന കാഴ്ചകളാണ് യോഹന്നാനെ പാകപ്പെടുത്തിയെടുത്തതാ. ഇന്ന് പോകുന്ന പ്രതിസന്ധിക്കകത്ത് നിനക്കൊരു ഉടയവനുണ്ട്. നിനക്ക് പിന്നിലൊരു ഓണറുണ്ട്. നിനക്കൊരു ഉടയവനുണ്ട്. നീ വെറും താങ്കളുള്ളവനല്ല, നിനക്കൊരു ഉടയവനുണ്ട്. ഉടയവന്റെ അടയാളമാണ്, ഉടയവനുണ്ടെന്നുള്ളതിന്റെ അടയാളമാണ് വാക്തത്വത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിന്നെ മുദ്രയിട്ടിരിക്കുകയാ. കുഞ്ഞെ നിന്നെ മുദ്രയിട്ടിരിക്കുന്നു. വാക്തത്വത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിന്നെ മുദ്രയിട്ടിരിക്കുകയാ. ആകയാൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടട്ടെ. നീ ഒരു ഓണറുള്ള ആളാണെന്ന്, നീ സ്വതന്ത്രമല്ലെന്ന്, നിന്നെ തട്ടിക്കളിക്കാൻ ലോകത്തിന് വിട്ടുകൊടുക്കത്തില്ലെന്ന്, നിന്നെ ഈ ലോകത്തിന് വേണ്ടി വിട്ടുകൊടുക്കത്തില്ലെന്ന്, നിന്നെ പിശാചിന് വിട്ടുകൊടുക്കത്തില്ലെന്ന് ഒന്ന് ആത്മാവിൽ ഉറച്ചേ. നീ രക്തത്താൽ പരിശുദ്ധാത്മാവിന്റെ മുദ്രയാൽ, അതേ പരിശുദ്ധാത്മാവിന്റെ വാക്തത്വത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട പിടപ്പെട്ട വ്യക്തിയാണെന്ന് ആത്മാവിൽ നിന്ന് ഉറപ്പിച്ചോ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, സ്വർഗീയ പിതാവേ, ഞാൻ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കും, ആത്മാവിൽ ബലപ്പെടുത്തുന്നു. രക്തത്തിന്റെ മുദ്ര ഈ ജനത്തിന്റെ മേലിടുന്നു. സഭയിലുള്ള വാത്സല്യ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ തലമുറകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ദൈവകരങ്ങളിലേക്ക് അടുത്തു വരുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ സ്വർഗത്തിന്റെ കൃപ കൂടിയിരിക്കും, ആത്മാവിൽ ബലപ്പെടുത്തും. അസാധാരണമായി ദൈവ സാന്നിധ്യം കൊണ്ട് മറയ്ക്കുന്നു. ദൈവകൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. രക്തത്തിന്റെ മുദ്രയുടെ കൃപ വ്യാപരിക്കും. കർത്താവെ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വാക്തത്വത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്ന ജനത്തെ ഒരു പ്രാവശ്യം കൂടെ ആത്മാവിൽ ഉറപ്പിക്കുന്നു. അതൊരു ബോധ്യം വരുത്തുന്നു. കർത്താവെ,
ആ വീണ്ടെടുപ്പിന്റെ ആ നാളിനായിട്ട് മുദ്രയിട്ടിരിക്കുന്ന ഒരു ബോധ്യം അവരുടെ മേൽ വരുത്തുന്നു. കർത്താവ് കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. തൃക്കരങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഇട്ടിയാൽ സ്തോത്രം എല്ലാം മാനബോധത്തോടെ എടുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണുവോളം ദൈവകൃപയ്ക്കകത്ത് സൂക്ഷിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് walk with Jesus. Thank you so much.